അയ്യോ കഥരൊക്കെ എടുത്ത് അങ്ങോട്ട് വെച്ചേക്കണ്. എന്റെ എമ്പുരാനെ, എന്റെ തമ്പുരാനെ, എന്റെ കല്യാണം മുടങ്ങി. കോട്ടയത്ത് നിന്ന് ബന്ധുക്കൾ വന്നേക്കുന്നത്, സിനിമാക്കാര് വന്ന്. ഇവരോടൊക്കെ ഞാൻ എന്തോ പറയുവോ, എന്നാലും ഇങ്ങനെ ഒളിച്ചോടി പോകുമെന്ന് ഞാൻ കരുതിയില്ല. എന്റെ കല്യാണം മുടങ്ങി, എനിക്ക് സഹിക്കാൻ വയ്യേ. എന്തോന്ന് അടച്ച വെയ്യങ്ങോട്ട് സ്നേഹത്തോടെ ഞാൻ വിളിച്ചതാണ് എന്റെ ബാവ അളിയാന്ന്. അളിയാ ഇവിടെ എന്തോ അത്യാഹിതം നടന്ന്. എന്താ? ഇവിടെ തീപിടുത്തം നടന്ന്. ഫയർ എഞ്ചിനാ 108 പോണളിയാ. ഈ കെണ്ട വായിക്കാത്തതാണ് ഈ വൃത്തികെട്ട സൗണ്ട് വന്നത്. കല്യാണം മുടങ്ങി ഞാൻ എന്തോ ചെയ്യൂ, എങ്ങനെ കരയാതിരിക്കൂലിയാ? ആണ്ട ഇങ്ങനെ ഇരിക്കും. എന്തുവാ കരയാമല്ല, പിന്നെ എങ്ങനെ ഞാൻ കരയാതിരിക്കുമെന്ന്? അളിയാ കല്യാണം മുടങ്ങിയാലേ ഞാൻ എന്തോ ചെയ്യൂലിയോ? അളിയന് വിഷമമുണ്ടാ? അപ്പൊ അളിയന്റെ പെങ്ങളെ കെട്ടിയ ഈ അളിയന് എന്തുമാത്രം വിഷമം കാണും? അളിയൻ എന്തളിയാ വിഷമം? അളിയാ നോക്കളിയാ, നാണം കെട്ട് തൊലി ഉരിഞ്ഞ് നിൽക്കുകയാണ് ഞാൻ. അപ്പൊ ഇത് രണ്ടാമത് കിളിച്ചു വന്ന തൊലിയാണോ? നിനക്ക് എങ്ങനെ തോന്നുന്നുണ്ട ഈ സാഹചര്യത്തിലൊക്കെ ഇങ്ങനെ പറയണമെങ്കിൽ ചിരിക്കട്ടെന്ന് കരുതി പറഞ്ഞത് അളിയാ. അളിയാ വെളിയിട്ടോട്ട് ഇറങ്ങാൻ നിവൃത്തിയില്ല. അതിന്റെ സ്റ്റെപ്പിളക്കി കളഞ്ഞാ ചൂടാ. എടാ നാണം കെട്ട് ഇറങ്ങാൻ നിവൃത്തിയില്ലെന്ന് കണ്ട. കോട്ടയത്തുനിന്ന് ബന്ധുക്കൾ വന്നിരിക്കുന്നു, സിനിമാക്കാര് വന്നിരിക്കുന്നു. പറയാളിയാ കല്യാണം സിനിമാക്കാരെ ഞാൻ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞങ്ങള് പാവങ്ങളാണ്, കല്യാണത്തിന് വരണേന്ന് പറഞ്ഞ് വെളുപ്പാങ്കാലത്തേ വന്നിരിക്കുവോ സദ്യ കഴിക്കാൻ വേണ്ടി. അവരോട് ഞാൻ ഇനി എന്തോ പറയും, എനിക്കറിഞ്ഞല്ലേ. മുടങ്ങിയെന്ന് പറയാളിയാ കല്യാണം അങ്ങോട്ട്. അളി എന്റെ പൊന്നളിയനല്ലേ, ഒന്ന് പറയലിയാ കല്യാണം മുടങ്ങിയെന്ന്. അറിഞ്ഞാ ചെറുക്കന്റെ കല്യാണം മുടങ്ങി. സാധാരണ കല്യാണം മുടങ്ങുന്ന എങ്ങനെയാണ്? ഒന്നി പെണ്ണെ ഏതെങ്കിലും കാമ്പിൻ്റെ ഒളിച്ചോടും, അല്ലെങ്കിൽ ചെറുക ഏതെങ്കിലും പെണ്ണെ കൊണ്ട് ഒളിച്ചോടും. ഇവിടെ അങ്ങനെയൊന്നും അല്ല സംഭവിച്ചത്. ഈ കല്യാണ ചെറുക്കന്റെ അച്ഛനും ഇവൻ കെട്ടാൻ പോണ പെണ്ണില്ലേ തോന്നിക്കണേ, അവളമ്മ സുശീലയും കൂടെ ഒളിച്ചോടിയിരിക്കുന്നു. എന്ത് വിധി ഇത്? അയ്യോ ഞാൻ എങ്ങനെ സഹിക്കുവോ? ലോകത്ത് എവിടെയെങ്കിലും നടക്കണ കാര്യമാണ് ഇത്. ഒന്ന് ആലോചിച്ച് നോക്കണം. നാണം കെട്ട കുടുംബത്തിൽ വന്ന് കയറിയും പോയി. കളിയാക്കതളിയാ, എന്നാലും എന്റെ പപ്പ ഇങ്ങനെ ചെയ്തല്ലേ. എടാ വെളിയിൽ ഇറങ്ങി ഒരു ചായ കുടിക്കാത്ത ഞാൻ ഇന്ന് രാവിലെ വെളിയിൽ ഇറങ്ങി 7 കടയിൽ നിന്നാണ് ഞാൻ ചായ കുടിച്ചത്. അറിയാമോ? 7 കടയിൽ കുടിക്കാൻ പോയത്? 7 കടയിൽ നിന്ന് ചായ കുടിച്ചപ്പോ അവിടുത്തെ സംഭവം അറിഞ്ഞാ? ഇല്ല. ഈ 7 കടയിൽ ചായയുടെ കൂടെ കടി ഇല്ലെന്ന്. അപ്പൊ കടിക്ക് പകരം അളിയന്റെ അച്ഛന്റെ കഥ പറഞ്ഞ് രസിക്കണ് നാട്ടുകാര്. പിന്നെ നാണക്കേടായില്ലേ? എന്നാലും എന്റെ പപ്പ എന്നോട് ഇങ്ങനെ കാണിക്കണ്ടായിരുന്നു. പപ്പ ദൈവമേ, നല്ലൊരു കർഷകനുള്ള അവാർഡ് കിട്ടിയ മനുഷ്യന്റെ മോനാണ് അളിയന്റെ അച്ഛൻ. എന്തോന്ന് കൃഷി എന്ന് പറഞ്ഞത്? പപ്പായ കൃഷി. ഈ പപ്പായ കൃഷി മാത്രമേ ഉള്ളൂ. അതിൽ നിന്നൊരു പീസ് അടർത്തി അളിയന്റെ അച്ഛൻ ഇന്നുവരെ കഴിച്ചിട്ടില്ലേ? കഴിക്കാറേ ഇല്ല. കഴിക്കാത്തോണ്ടാണ്, അല്ലെങ്കിൽ എന്നായി ക്രിമിനടി മാറിയാനെ. അയ്യോ അളിയ അങ്ങനെ പറയല്ലേ അളിയാ, എന്റെ ചിഞ്ചു അളിയാ. അളിയാ ആ പെണ്ണിനെ വിളിച്ചൊന്ന് സമാധാനപ്പെടുത്ത്. അതിന്റെ തള്ളയം കൊണ്ടല്ലേ പോയത്. നാണം ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ആൾക്കാർ കേൾക്കുന്നു. കേക്കട്ട്. ചിഞ്ചുവിന്റെ നമ്പർ എന്റെ ഇല്ലളിയാ. നമ്പറില്ലേ? അച്ഛൻ തന്നിട്ടില്ല. അച്ഛൻ പറയാ കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ ചീത്ത കുട്ടികളാണ്, നമ്മുടെ സംസ്കാരത്തിന് പറ്റിയതല്ലെന്ന് അച്ഛൻ പറയും. അതുകൊണ്ട് അച്ഛൻ വിളിക്കും അങ്ങോട്ട്. അപ്പൊ അവിടെ അവളെ എടുക്കും, ചിഞ്ചു എടുക്കും. ചിഞ്ചുവിന്റെ അമ്മയെ ഇതുപോലെ പറയും, മക്കളെ കല്യാണത്തിന് മുമ്പ് സംസാരിക്കുന്ന ചീത്ത കുട്ടികളാണ്, സംസ്കാരത്തിന് പറ്റിയല്ല എന്ന് പറഞ്ഞ് അവളുടെ അമ്മ അച്ഛനെ വിളിച്ച് സംസാരിക്കും. അങ്ങനെ രണ്ടുപേരും പരസ്പരം ഇങ്ങനെ സംസാരിക്കും. നൈസ അങ്ങ് വല എറിഞ്ഞാളിയാ. എനിക്ക് അറിഞ്ഞൂടെ, അങ്ങനെ അങ്ങ് കൊണ്ടുപോയതാളിയാ. അളിയൻ അറിയാമോ, ഭയങ്കര ഫോൺ വിളിയായിരുന്നു. പിന്നെ കേരളത്തിൽ ഫോൺ വരുന്നെന്ന് പറഞ്ഞ സെക്രട്ടറിന്റെ അവിടെ 6 മാസം സമരം കിടന്ന മനുഷ്യനാ. ഭയങ്കര ഫോൺ വിളിയായിരുന്നു. 4 ദിവസം കൊണ്ട് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞ പുള്ളിക്കാരൻ വെളി ഇറങ്ങി ഫോൺ വിളിയാണ്. തന്നെ കണ്ട? ഞാൻ രാവിലെ 4 മണിക്ക് മൂത്രം ഒഴിക്കാൻ നിന്നപ്പോഴേ തെങ്ങിന്റെ മൂട്ടില് നിക്കണ്. മൂത്രമല്ലെന്ന് അളിയന്റെ അച്ഛൻ നിക്കണ്. ഇങ്ങനെ വെച്ചോണ്ടിരിക്കണ്. ചോദിച്ചില്ലായിരുന്നോ? ഞാൻ ചോദിച്ചില്ലെന്നാ. ഞാൻ ചോദിച്ചു എന്ത് മാമാന്ന് ചോദിച്ചപ്പോ പറയാണ് മക്കളെ പല്ല് വേദനയെന്ന്. ഞാൻ ആ കൈ വെളത്തി ഇങ്ങനെ നോക്കിയപ്പോഴേ ദോശക്കല്ല് പഴുത്ത പോലെ ചുട്ട് പഴുത്തൊരു ഫോൺ ഇരിക്കണ് ഇതിന്റെ ഇടയിൽ. അങ്ങനെ പാതിരാത്രി ഇറങ്ങി എന്തോ കണ്ട് പേടിച്ച ഒരു 2-3 മാസമായിട്ട് ഇവിടെ തളർന്ന് കിടക്കുവായിരുന്നു. അളിയനറിയുമോ, കണ്ടേ ഒരു കയറിന്റെ സഹായം ഇല്ലാതെ ആ അച്ഛനെ എഴുന്നേക്കാൻ പറ്റത്തില്ലായിരുന്നു. ആ അച്ഛനാണ് ഇന്ന് രാവിലെ ഞാൻ നോക്കിയപ്പോ കുരങ്ങ് കണക്കിറങ്ങി ഓട്ട് ഓടിയത്. അളിയാ എന്റെ ഒരു കൂട്ടുകാരെ സൈബർ സെല്ലുണ്ട്, അവന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞപ്പോഴേ അളിയന്റെ അച്ഛൻ ഊട്ടി കഴിഞ്ഞെന്ന്.
ദൈവമേ, ഇന്നലെ കൂടെ അച്ഛൻ പറഞ്ഞ ഹണിമൂണിന് പറ്റിയ സ്ഥലം ഊട്ടിയാ, 2 ടിക്കറ്റ് എടുത്തു തരാന്ന്. അപ്പൊ ഇതിനെയും കൊണ്ട് അച്ഛനാണല്ലേ പോയത്. അളിയനും ചിഞ്ചുവിനും അല്ല ടിക്കറ്റ് എടുത്തത്, അവർക്ക് 2 പേർക്കുമാണ് ടിക്കറ്റ് എടുത്തത്. അളിയ ആൾക്കാരൊക്കെ വണ്ടിയൊക്കെ വരുന്നല്ലേ. എന്തേ അളിയ നാദസ്വരക്കാർ വിളിച്ചോണ്ടിരിക്കുന്നു. ആദർശം എന്തിനു വിളിച്ചോണ്ടിരിക്കണ്? നാദൃശ്യല്ലെന്ന്, നാദസ്വരക്കാർ വിളിച്ചോണ്ടിരിക്കുന്നു. എന്തോ പറഞ്ഞേ? എത്ര മണി തൊട്ട് ഊതണമെന്ന്. അവരുടെ അടുത്ത് വല്ല ഇരുട്ട് വാക്കിനും പോയി ഊതാൻ പറ. എന്റെ കല്യാണം മുടങ്ങി നിൽക്കുക. അളിയ ഒരു കാര്യം ചോദിക്കട്ടെ, പെങ്ങളെന്തി അവളെന്തി വലിയച്ഛന്തി? അളിയ എന്റെ ബലമായ സംശയം, അളിയന്റെ അച്ഛ ഒറ്റയ്ക്ക് ഈ പ്ലാൻ ചെയ്യില്ല. അതിനുള്ള ബുദ്ധിയൊന്നും അങ്ങ് ഇറക്കില്ല. ആരോ ഹെൽപ്പിലുണ്ട്. നമുക്ക് അങ്ങനെ ആരും ഇല്ല ഗൾഫില്. എന്തിനാ ഇത് സംസാരിക്കണത്? എടാ ആരോ ഹെൽപ്പ് സഹായത്തിനുണ്ടെന്ന്. ഞാൻ നോക്കിയപ്പോ ഇന്നലെ പാചകപ്പോരയില്ലേ, അവരൊരു ചൈനക്കാരനെ കണ്ടല്ലേ ഞാൻ. ചൈനക്കാരനാ? അയ്യോ അത് ചൈനക്കാരനല്ല, അത് പാചകം ചെയ്യണം മണിയെണ്ണ. എടാ അടിച്ച് സെറ്റായി അവിടെ വന്ന് കിടന്നപ്പോ നമ്മളെ പട്ടി മൂക്കും കടിച്ചോറിച്ചെടുത്തോണ്ട് പോയല്ലേ. മുഖം എങ്ങനെ ഇരുന്നത്? അയ്യോ എനിക്കെന്ന് അറിഞ്ഞൂടെ. വല്യേച്ച എവിടെയാ? വല്യേച്ചെടുത്ത് അങ്ങനെ ഈ കാര്യം അറിഞ്ഞോണോ? അയ്യോ അവളടുത്ത് പറയല്ലേ, അവളടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഷോക്ക് പോലും ആ പെണ്ണിന് താങ്ങാൻ പറ്റൂല. ഷോക്ക് വന്നാ വലിച്ച് കീറിക്കളയും. ആര്? എന്നെ. ആണോ? അപ്പൊ പറയണ്ടേ? പറയണ്ട അച്ഛൻ. പറഞ്ഞു കളയല്ലേ. അയ്യോ അമ്മായി, അടിപൊളിയല്ലേ? ഇന്നലെ മേടിച്ചതാ. ഇവന് താലിമാല എടുക്കാൻ പോയപ്പോ മേടിച്ച താലിക്കൂട്ട്. സാരി കൊള്ളാമോ? അമ്മയുടെ സാരി എത്ര പോരട്ടാ. എടാ സദ്യ കഴിച്ചാളോ നീ? ഇഡലി ഉണ്ടോ? അത് പോയി കഴിക്കും. എന്തിനു സ്വർണ്ണമൊക്കെ പിടിച്ചു കാണിക്കണേ? പിന്നെ ഇവര് കാണണ്ടേ ഇത് ഇത്രയും ഒരുങ്ങി വന്നിട്ട്? ഭാഗ്യം, അറിഞ്ഞാണം കെട്ടാത്ത ഭാഗ്യം. ചേട്ടാ ചേട്ടാ, ഞാൻ ഇട്ടിട്ട് പുറത്തിടാൻ മറന്നത് ഇട്ടിട്ട് ഉള്ള കാര്യം പറഞ്ഞിട്ട് വാങ്ങിയോട്ട്. അതെ, എല്ലാരും നല്ല അടിപൊളിയായിട്ട് ചിരിച്ചു കളിച്ച് വണ്ടിയിലോട്ടോ കൊമ്പം ബസ് വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ അതിൽ വന്നാ മതി. ദൈവമേ, നീ വരും, ഞാൻ ഓർത്തിരണം. നീ എപ്പോഴും വിദേശത്തല്ലേ? അതെ, കല്യാണത്തിന് നിങ്ങൾ വന്നില്ലേ? എനിക്ക് ഭയങ്കര സന്തോഷം. അന്ന് പറഞ്ഞില്ല ഞായറാഴ്ച കൊണ്ട് മുടക്കാണ് വരാൻ പറ്റുന്നത്. അല്ലെങ്കിൽ സിനിമാക്കാർക്ക് ഞായറാഴ്ച മുടക്കാണല്ലേ? സിനിമാക്കാർക്ക് ഞായറാഴ്ച മുടക്കോ? സർക്കാർ ജോലിയോടിയത് എനിക്കറിഞ്ഞു. ഒന്നും കൊണ്ടുവന്നില്ലേ? ഒന്നും കൊണ്ടുവന്നില്ലേ? അയ്യോ, പിന്നെ നമുക്ക് പോകാനായിട്ട് AC ഉള്ള LBW കാർ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് അത് അടിച്ചു വിളിച്ചു പോവാം. LBW അല്ലേ ഏട്ടാ? BMW എനിക്കറിയാം. എന്തൊക്കെ പറയും. ഞാൻ ചെല്ലട്ടെ. പിന്നെ പോയതാണ് ഒരു ഞാൻ ഇപ്പളാ കഴിഞ്ഞത്. പറയട്ടില്ല. എന്താടാ എന്താടാ? അല്ല, നീ എന്തിനാ ഇത്ര ഓവറായിട്ട് മേക്കപ്പ് ചെയ്തോണ്ട് വന്നത്? എന്താടാ ഇടാ, നിന്റെ ഈ പെണ്ണിന്റെ അമ്മയില്ലേ? പെണ്ണിന്റെ അമ്മയില്ല. പെണ്ണിന്റെ അമ്മയില്ലേ? അന്ന് നമ്മള് കല്യാണം ഉറപ്പിക്കാൻ ചെന്നപ്പോ നിന്നത് ഇപ്പൊ ഉണ്ടാ? എന്തൊരു സുന്ദരിയോടെ അവര് നയിച്ചിട്ട് നിന്നിട്ട്. അപ്പൊ പിന്നെ അവരിന്റെ കല്യാണത്തിന് പട്ടുസാരിയെ കൊടുത്ത് എന്ത് ഭംഗിയായിട്ടായിരിക്കും. കാശ്മീരി ആപ്പിള് പോലെ ഇരിക്കും അമ്മായി. ആ കാശ്മീരി ആപ്പിളും കഴിച്ചോണ്ടാണ് നിന്റെ അച്ഛൻ പോയത്. അതെ, എന്താണ് പിന്നെ? അല്ല, ഇത് നല്ല പൈസ ചെലവായി കാണുമല്ലോ ഇതിന്. പിന്നെ 30,000 രൂപയുടെ. 30,000 രൂപ ആരാന്നടി നിനക്ക്? എന്റെ പപ്പ. എന്റെ അച്ഛൻ 30,000 മേക്കപ്പിന് പ്ലാൻ ആയിരുന്നു. പിന്നെ ആ കാശ് എന്റെ കയ്യിലോട്ട് വെച്ച് തന്നിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. എന്താണാവോ? സന്തോഷം കൊണ്ടായിരിക്കും. എനിക്ക് അടുത്ത ജന്മത്തിൽ എനിക്ക് ഈ പപ്പ മതി, ഈ പപ്പ മതി, ഈ പപ്പ മതി. അപ്പൊ അടുത്ത ജന്മത്തും എന്റെ പെണ്ണിന്റെ അമ്മയും കൊണ്ട് പോകാനുള്ള അയ്യോ, സെൽവി, സുജിത, സഫീർ എല്ലാരും വന്ന് നിൽക്കണം. ഇന്ന് അവരെ കൂടെ ഞാൻ റീൽസ് ചെയ്ത് മരിക്കും. ആ ചിന്ന വീട് ചിന്ന വീട് തന്നെ. ചിന്ന വീടൊന്ന് അളിയാ, ഈ കാര്യം പറയട്ടെ. പറയില്ലേ? ഞാൻ പറയാം. ഇപ്പൊ പറയരുത്. അവിടെ ഈ കുന്തളിപ്പ് കണ്ടില്ല. ഞാൻ പറയാം. വല്യേച്ചി മതി, വല്യേച്ചി ആ മാലയൊക്കെ ഊരിപ്പോണ്. ഞാൻ കാര്യം പറയട്ടെ. ഞാൻ പറയണ കാര്യം കേട്ടോ. നീ പറ. ഷോക്കാവല്ലേ? എന്ത് ഷോക്ക്? റീൽസ് ചെയ്യുമ്പോ മാല ഇട്ടില്ലെങ്കിൽ നമ്മുടെ അച്ഛനില്ലേ അകത്ത്? അവിടെ കിടപ്പുണ്ടല്ലോ. അവിടെ കിടക്കുന്നുണ്ട്. അച്ഛൻ പോയി. എവിടെ? എങ്ങനെ സംഭവിച്ചു? പറയേണ്ടി വന്ന്. അച്ഛാ, 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 അയ്യോ! ഇത് കാലത്തും കൂടി കട്ട് ചെയ്ത് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് തരാൻ പറ്റില്ല. പോയാന്ന് പറഞ്ഞു ചീത്ത പറഞ്ഞു ഒരുക്കാൻ പോയതാണ് ഞാൻ. ഏത് ഭാഷയിലാ? അയ്യോ, കല്യാണ വീട് മരണ വീടായി പോയത് അമ്മേ. കല്യാണ വീട് മരണ വീടാ? പപ്പ പോയില്ലേ? പപ്പ എങ്ങോട്ട് പോയെന്ന്? പപ്പ എത്തില്ലേ? പപ്പ എത്തൊന്നുമല്ല. പിന്നെ പപ്പ ഈ ചിഞ്ചുവിന്റെ അമ്മയായിട്ട് ഇന്ന് രാവിലെ ഒളിച്ചോടി പോയെന്ന്. അയ്യോ, ഈ നേരത്തെ ഒരു ആപ്പിളിന്റെ കേസ് പറഞ്ഞില്ലേ? അടിച്ചോണ്ട് പോയി. ഓ അയ്യോ.
പോയതിന് എന്തിനാണ് ഇങ്ങനെ കിടന്ന് കരയുന്നേ? പപ്പ എങ്ങോട്ടേലും പോകണ്ടേടാ. അയ്യോ എനിക്ക് വയ്യ. ഞാൻ ഇത്ര ഒരുങ്ങിയിട്ട് ഒരാളെ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. കൊമ്പപ്പസ് വിളിയടാ, കൊമ്പപ്പസ് വിളിയടാ. എന്തിനാ? എടാ 10 റൗണ്ട് കവലെ കൂടി എന്നെ കറക്കാൻ പറയടാ. അയ്യോ ദൈവം എനിക്ക് വയ്യേ. പറക്കണം മറ്റേ സാധനം വന്ന പറക്കണ ക്യാമറ വന്ന ക്യാമറ എലി ക്യാമറ ആയിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. ഞാനിവിടെ ഇങ്ങനെ കിടന്ന് കയറി എടുത്തിട്ട് റീൽസ് എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇടാടാ. എടാ എനിക്ക് സഹിക്കാൻ പറ്റണില്ല. എനിക്ക് കരച്ചിൽ നിർത്തടി. എനിക്ക് സഹിക്കാൻ പറ്റണില്ല. ഇല്ല ഇല്ല. അയ്യോ നിർത്തടി കരച്ചില്. എന്താണ് നിന്റെ മേക്കപ്പ് ഒലിച്ചു ഓടി. നല്ലൊരു കാര്യം പറയും, എന്തോ ബഹളമായിരുന്നു. അളിയ വേറൊരു കേസ്, ഒരു സത്യാവസ്ഥ ഞാൻ തുറന്നു പറയാം. എന്തോ? നിങ്ങളെ കല്യാണം മുടങ്ങിയതിന് ചെറിയൊരു പങ്ക് എനിക്ക് അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. പണ്ട് ഞാൻ ഇവിടെ കല്യാണം ആലോചിച്ച് വന്നില്ലേ, അപ്പോഴളിയന്റെ അച്ഛൻ എന്റെ വീട്ടിൽ വന്നായിരുന്നല്ലോ. അപ്പോഴെന്റെ കോട്ടയത്തുള്ള കുഞ്ഞമ്മയുടെ പുറകെ നടന്നിട്ട് കുഞ്ഞമ്മയുടെ നമ്പർ തരുമോന്ന് ചോദിച്ചു. അമ്മയുടെ ഞാൻ കൊടുത്തില്ലേ? അന്ന് കൊടുത്താൽ മതിയായിരുന്നു. കൊടുത്തിരുന്നെങ്കിൽ ഞങ്ങളെ കല്യാണം നടക്കൂലല്ലോ. കുഞ്ഞമ്മ കൊണ്ട് പോകൂലേ പപ്പായ കൃഷി നടത്താൻ? അളിയ എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കിയ വിഷമം കൊണ്ട് അളിയ കടുങ്കാപ്പി ഒന്നും ഇട്ട് കളയില്ല. കടുങ്കാപ്പിയോ? അയ്യോ കടുങ്കൈയൊന്നും ചെയ്ത് കളയില്ല. ഞാൻ കടുക്കൈയൊന്നും ചെയ്യത്തില്ല. ഞാൻ ഒരു കാര്യം പറയാം, ബന്ധുക്കൾ സിനിമാക്കാരൊക്കെ ഉണ്ട്. നമ്മുടെ കുടുംബം ഭയങ്കരമായിട്ട് നാണം കെട്ടിരിക്കുകയാണ്. നമ്മൾ ഒരു ഇന്നോവയില് നമ്മൾ 3 പേര് ഇവിടെ നാട് ഇവിടെ ഇപ്പൊ അതാണ് പറ്റിയ സിറ്റുവേഷൻ. ഒരു കാര്യം ചെയ്യാം, നാണക്കേടായല്ല, ഒരു കയറിൽ 3 പേരും കൂടെ കഴുത്തിട്ട് തൂങ്ങിയാലോ? ചാവാൻ പേടിയാ. മേക്കപ്പ് മേക്കപ്പ് അളിയ നാട് ഇവിടെ അളിയന്റെ അച്ഛൻ വിളിക്കണേ, അളിയന്റെ അച്ഛൻ വിളിക്കണേ. മോന്റെ അടുത്ത് ഈ പരിപാടി കാണിച്ച് കുടുംബത്തിന് നാണക്കേട ഉണ്ടാക്കിട്ട് പോയിട്ട് അളിയാ ഒന്നും തോന്നല്ലേ. അളിയന്റെ അച്ഛൻ്റെ അടുത്ത് ഞാൻ 2 വാക്ക് പറയലിയാ. ഒന്നും തോന്നല്ലേ, ഒന്നും തോന്നരുത്, ഒന്നും തോന്നരുത്. പറയൂന്ന് പറഞ്ഞത്. അയ്യോ എന്തുവാ? നിന്റെ അച്ഛൻ മേക്കപ്പിന് ബ്യൂട്ടി പാർലറിൽ പോവാനേ നിനക്ക് എത്ര രൂപ വന്നത്? 30,000. ആ 30,000 പെട്ടെന്ന് അങ്ങനെ ഗൂഗിൾ പേയിലോട്ട് അയച്ചു കൊടുക്കാൻ. എന്തിനാണ് 30,000 രൂപ അങ്ങോട്ട് അയച്ചു കൊടുക്കണം പറഞ്ഞത്? അളിയന്റെ അച്ഛന്റെ ഇപ്പോഴത്തെ സെറ്റപ്പ് സാഹചര്യം അറിയാല്ല. കട്ടിലിൽ നിന്ന് എഴിക്കണമെങ്കിൽ കയറ് വേണം. തൂങ്ങിയല്ലേ എഴിക്കണത്? 2 പേരും കൂടെ സ്ലീപ്പർ കോച്ചിൽ കിടക്കുകയായിരുന്നു. വീട്ടിലാണെന്ന് പറഞ്ഞ് കയറെന്ന് പറഞ്ഞ് തൂങ്ങിയത് എവിടെയെന്ന് അറിയാം? ട്രെയിനിന്റെ അപായ ചങ്ങലയിൽ. അയ്യോ കുയ്യോ, ട്രെയിന് ഉദുമൽപേട്ടയിൽ നിർത്തിയിട്ടേക്കണ്. ഒന്നീ പെറ്റി അടയ്ക്കണം, അല്ലെങ്കിൽ റെയിൽവേ പോലീസ് പിടിച്ച് ജയിലിൽ അടയ്ക്കുമെന്ന്. അപ്പൊ റെയിൽവേ പോലീസിനെ വിളിച്ചളിയാൻ പറ. എന്തോന്ന്? മോനെ അച്ഛൻ ചതിച്ച അച്ഛനെ പോലീസ് ചതിക്കൂന്ന്.